blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിൽ ബ്ലെസ്സിങ് ടുഡേയിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകളെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഈ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ഫിലിപ്പ് ലേഖന പഠനം ഈ ആഴ്ചയിലുണ്ടായിരിക്കും. ആദ്യത്തെ 2 ദിവസങ്ങളിലായിരിക്കും. അവസാന ദിവസങ്ങളിലെ സന്ദേശങ്ങൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശങ്ങളായിരിക്കും. അതുകൂടാതെ ഈ ആഴ്ചയിലെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആഴ്ചയിലെ പ്രാർത്ഥനകളിൽ ചിലത് ഇസ്രായേലിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ടീമായി ഒരു വലിയ സംഘം ഇസ്രായേൽ വിശുദ്ധ നാട് സന്ദർശിച്ച സമയത്ത് അവിടെ നിന്നുള്ള ചില പ്രേയേഴ്സ്, പവർഫുൾ പ്രേയേഴ്സ്, യേശു എവിടെയെല്ലാം നടന്ന് അത്ഭുതങ്ങൾ ചെയ്തു അവിടെ നിന്നുള്ള പ്രാർത്ഥനകളായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ആ ഭാഗത്ത് കർത്താവ് മിറക്കിൾസ് നടത്തിയതുകൊണ്ട് തീർച്ചയായും അവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ വളരെ ശക്തിമത്തായിരിക്കും. അതുകൂടാതെ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഈ ആഴ്ചയിൽ നടക്കാൻ പോവുകയാണ്. അതുകൂടാതെ ഇന്നും നാളെയും ബൈബിൾ ആൻഡ് യു നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നിങ്ങൾ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്നത്തെ സന്ദേശം ഫിലിപ്പ് ലേഖനത്തിൽ നിന്നുള്ള സന്ദേശം, ആ സന്ദേശത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇതെന്തിനാണ് ആദ്യമേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മാത്രമല്ല നോട്ട്സ് എഴുതിയെടുക്കണം. കാരണം അതിൽ നിന്നായിരിക്കും പെട്ടെന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് SMS അയക്കാൻ സാധിക്കും. ഓൾ റൈറ്റ്, ഇതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വെള്ളിയാഴ്ച കോഴിക്കോടാണ്, ശനിയാഴ്ച പെരുമ്പാവൂരാണ് എന്ന് മാത്രമല്ല 25, 26, 27 തീയതികളിൽ ഈ മാസം കോട്ടയത്ത് മെഗാ ഫെസ്റ്റിവൽ വരികയാണ്. കോഴഞ്ചേരിയിൽ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് കഴിഞ്ഞു, അടുത്തത് കോട്ടയത്തേക്ക് വരികയാണ്. ഗെറ്റ് റെഡി. ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നെയ്തിക് അശോക് എന്ന മോൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ മോനെ അനുഗ്രഹിച്ച കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നെയ്തിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തൻ്റെ ജന്മദിനമാണല്ലോ. എല്ലാ ജന്മദിന നന്മകളും അനുഗ്രഹങ്ങളും പൈതലിൻ്റെ മേൽ ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ തൻ്റെ ബ്രദർ അക്ഷയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും വിദ്യാഭ്യാസത്തെയും ഭാവിയെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ കുഞ്ഞുങ്ങളുടെ പിതാവ് അശോകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ PhD വർക്ക്സ് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. അമ്മ ജയശ്രീക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ PSC നിന്നുള്ള അലോട്ട്മെൻറ്റ് തനിക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബത്തെയും ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Many, many happy returns of the day, Neithik. God bless you. Thank you, Ashokan, for sponsoring today's episode.
മകളുടെ പേര് ജെൻസി എന്നാണ്. വൈപ്പിനിലെ പെരുമാൾപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. താനൊരു ടെക്സ്റ്റൈൽസിനാണ് തനിക്ക് ജോലി. ഈ മകൾ പറഞ്ഞത് ഇങ്ങനെയാണ്, 2.5 വർഷത്തോളമായിട്ട് തനിക്ക് തുമ്മലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഷോപ്പിലെല്ലാം ജോലി എടുക്കുമ്പോൾ അവിടുത്തെ പൊടിയെല്ലാം അല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഡസ്റ്റ് അലർജി ആയിരുന്നു. സ്ഥിരമായിട്ട് ഈ മകൾ അവിൽ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഹോമിയോ ഡോക്ടറെ കാണിച്ചു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ മകൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ ഈ എടപ്പള്ളി ബ്ലെസ്സിങ് സെൻ്ററിലെ ആരാധനയിൽ വന്നിരുന്നു. അന്ന് ഡാമിയൻ ബ്രദർ ഇപ്രകാരം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ഇതുപോലെ അലർജിയുള്ള ഡസ്റ്റ് അലർജിയുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് അദ്ദേഹം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു. സംഭവിച്ച കാര്യം ഏതാണ്? ഈ മകൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് വിളിച്ചു പറഞ്ഞത്, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ചെയ്ത കാര്യമെന്ന് പറയുന്നത്, അതിനുശേഷം തനിക്ക് തുടർച്ചയായുള്ള തുമ്മലുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം താനത് യേശു കർത്താവിൽ വിശ്വസിച്ച് ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ഈ 4 മാസത്തോളമായി തൻ്റെ തുടർച്ചയായുള്ള തുമ്മൽ നിന്നു. ആ ഡസ്റ്റ് അലർജി കർത്താവ് എടുത്ത് മാറ്റി. മാത്രമല്ല ഇന്നും അതേ ഷോപ്പിൽ തന്നെ താൻ ജോലി ചെയ്യുന്നത്. തുമ്മൽ സംബന്ധമായ ഒരു പ്രശ്നവും തനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കണില്ല? അതും കഴിക്കുന്നില്ല. ഓ, ഇപ്പൊ ഒന്നും തന്നെ ചെയ്യണില്ല. ഇവിടുന്ന് ഞാൻ വെളിച്ചെണ്ണ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുളിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ ഞാൻ 3 ദിവസമാണ് തല കഴുകണത്. എനിക്ക് സ്ഥിരം കുളിക്കാൻ പറ്റില്ല തല. അങ്ങനെ ഇവിടെ നിന്ന് എണ്ണ കൊണ്ടുപോയിട്ട് പിന്നെ എണ്ണ തന്നെ ഞാൻ പെരട്ടി. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ആ എണ്ണ തന്നെ വൃത്തിയാണ് ഞാൻ കുളിക്കുന്നത്. അത് മാത്രമല്ല ശാസ്ത്ര, ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. അത് തന്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നപ്പോൾ ആ കസ്റ്റമർ സാരി എടുത്ത് കുറെ സാരികൾ എടുത്തിട്ട് അതിലൊരു സാരി കസ്റ്റമർ എടുത്തിരുന്നു. അപ്പോൾ അതല്ല, എനിക്ക് വേറെ വേണമെന്ന് പറഞ്ഞു. മാഡം ഇത് എടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വല്ലാതെ പ്രയാസമായിട്ട് ഉടനെ തന്നെ ഒരു കംപ്ലയിൻറ്റ് ബുക്ക് ഉണ്ട്. അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഓണർ പറഞ്ഞു വിടും കസ്റ്റമറായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. പക്ഷേ ഈ മകൾ അന്ന് പോയി. അപ്പോൾ എല്ലാവരും കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞത് ഇങ്ങനെയാണ്, രാജിക്കത്തുമായിട്ട് വന്നാൽ മതി, മോളുടെ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തോടെ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ തൻ്റെ സഹോദരി ഭർത്താവ് നമ്മുടെ പറവൂർ ബ്ലെസ്സിങ് സെൻ്ററിലെ മിനിസ്റ്റേഴ്സാണ്. അവരോട് വളരെ വിഷമത്തോടുകൂടി ഈ കാര്യം പറഞ്ഞു. അവർ വന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം താൻ വന്നപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ തനിക്ക് ആ ജോലിയിൽ തുടരുവാനും സാധിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർ കൈകൾ നീട്ടി കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും? കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. We will start with verse number 17. 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള ആ പാരഗ്രാഫ്, ആ വചനമാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. And we will read till verse number 21, the last verse. എന്നിട്ട് അതിന്റെ 21-ാമത്തെ വചനം വരെയുള്ള ആ അധ്യായത്തിന്റെ അവസാനത്തെ വചനം വരെ നാം വായിക്കും. Join with others in following my example, brothers, and take note of those who live according to the pattern we gave you. ചേർന്ന് വായിക്കാൻ തുടങ്ങിയാലും 17-ാമത്തെ വചനം, സഹോദരരെ, എൻ്റെ അനുകാരികളായി തീരുവീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. Paul is showing us 2 types of examples. പൗലോസ് ഇവിടെ 2 തരത്തിലുള്ള മാതൃകകളെ വെളിപ്പെടുത്തുകയാണ്. The first one is his example and the example of a group of very good believers in the church of Philippi. ഒന്നാമതായിട്ട് താൻ കാണിച്ചു തരുന്ന മാതൃക താൻ തന്നെ, പൗലോസിനെ തന്നെയാണ് താൻ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമതായിട്ട് ആ ഫിലിപ്പിയ സഭയിൽ നല്ല രീതിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന ചില വിശ്വാസികളെ കൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. So this is a good example. ഇത് നല്ല ഒരു മാതൃകയാണ്. But in the same verse, Paul is speaking about another example, a bad example. എന്നാൽ ഇതേ ഈ ഭാഗത്ത് തന്നെ പൗലോസ് തെറ്റായ നല്ലതല്ലാത്ത ചില മാതൃകകളെ കുറിച്ച് പറയുന്നുണ്ട്. So we take the first example, which is the good example. അതുകൊണ്ട് നമ്മൾ ആദ്യമേ എടുക്കാൻ പോകുന്നത് നല്ല മാതൃകയായിട്ടുള്ള കാര്യമാണ്. So Paul was a model apostle. പൗലോസ് എന്നുള്ളത് ഒരു മാതൃക അപ്പസ്തോലനായിരുന്നു.
There are model schools and model post offices. നിങ്ങൾക്കറിയാം മാതൃകാ വിദ്യാലയങ്ങളും മാതൃകാ പോസ്റ്റ് ഓഫീസുകളും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. There are many apostles. ഒത്തിരി അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. Paul was a model apostle. എന്നാൽ അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ മാതൃകാ അപ്പസ്തോലൻ എന്ന് പേര് ലഭിച്ച ആളായിരുന്നു പൗലോസ് എന്നുള്ളത്. And Paul says there are so many believers in your church. എന്നിട്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ സഭയിലും ഇതുപോലെ ഒത്തിരി വിശ്വാസികളുണ്ട്. But there are model believers also in the Blessing Center in Philippi. ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലത്തെ ബ്ലെസ്സിംഗ് സെന്ററിനകത്തും ഇതുപോലെ മാതൃകയുള്ള വിശ്വാസികൾ ഉണ്ടായിരുന്നു. There are many believers, but some are very good models for others. അതിന്റെ അർത്ഥം ഇതാണ്, സഭയ്ക്കകത്ത് ഒത്തിരി എല്ലാ ആളുകളും വിശ്വാസികളാണ്, എന്നാൽ അവരുടെ ഇടയിൽ ചില ആളുകൾ മാതൃകാ വിശ്വാസികളായിരിക്കും. ഹലോ, This is my desire. Everyone from the first row, second row till the last row should be model believers for others. എന്റെ ഒരു വലിയ ആഗ്രഹമാണ് നിങ്ങൾ ഇരിക്കുന്ന ബ്ലെസ്സിംഗ് സെന്ററിന്റെ ആദ്യ നിര തുടങ്ങി അതിന്റെ അവസാന രണ്ടാമത്തെ നിര, മൂന്നാമത്തെ നിര, നാലാമത്തെ അതിന്റെ അവസാന നിര വരെയുള്ള എല്ലാ വിശ്വാസികളും മാതൃകാ വിശ്വാസികളായി തീരണം. എത്ര പേര് ആമേൻ പറയും? മറ്റുള്ളവർ പറയണം, അവൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കും, അവൾ വചനം പഠിക്കുന്ന പോലെ പഠിക്കും, അവൾ ചർച്ചിൽ പോകുന്ന പോലെ പോണം. People should speak about you, then you will become a model believer. ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സംസാരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു മാതൃകാ വിശ്വാസിയായി തീരുകയുള്ളൂ. Follow my example, follow my model. The word used in Greek is tupon. എന്റെ അനുകാരികളാവുകയും എന്റെ മാതൃക എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉള്ള വാക്ക് ട്യൂപോൺ എന്നാണ്. Do you remember skubala? സ്ക്യുബാല എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Hello, say skubala. പറയാമോ സ്ക്യുബാല? Do you remember the meaning? നിങ്ങൾ അതിന്റെ അർത്ഥം ഓർക്കുന്നുണ്ടോ? What is that? Forgot, waste, excreta, വിസർജ്യം. visarjam, skubala. Paul counted everything skubala to get Christ. കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതാണ് പൗലോസ് സകല കാര്യങ്ങളെയും സ്ക്യുബാലയായി എണ്ണി, അതായത് വിസർജ്യമായി താൻ തള്ളിക്കളഞ്ഞു. Now he says, follow my tupon. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇനി എന്റെ ട്യൂപോൺ ആവുക. Tupon means an imprint. ട്യൂപോൺ എന്ന വാക്കിന്റെ അർത്ഥം Mudra. മുദ്ര വെക്കപ്പെട്ടത്, Or a mark made by a blow. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു അടയാളം, പ്രഹരം, ഒരു പ്രഹരം. ഇടി കിട്ടുമ്പോൾ കിട്ടുന്ന അടയാളം. That is tupon. അതിനെയാണ് ട്യൂപോൺ എന്ന് പറയുന്നത്. Or a shape made by a mold or die. അല്ലെങ്കിൽ ഒരു അച്ചിലൂടെ രൂപപ്പെട്ടുണ്ടാകുന്ന ആകൃതി. That is tupon or model. അതിനെയാണ് ട്യൂപോൺ അഥവാ മാതൃക എന്ന് വിളിക്കപ്പെടുന്നത്. Hello. ഹലോ, So what is tupon? എന്താണ് ട്യൂപോൺ? Imprint, mark made by a blow or a shape molded by a die or mold. ട്യൂപോൺ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ എഴുതി വെക്കുക. ഒന്നുകിൽ മുദ്ര, അല്ല എങ്കിൽ ശക്തമായ പ്രഹരത്തിലൂടെ ഉണ്ടായി തീർന്നിട്ടുള്ള അടയാളം. മൂന്നാമതായിട്ട് അച്ചിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ആകൃതി. So I'm taking one from it. ഈ ട്യൂപോൺ എന്ന വാക്കിന്റെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുകയാണ്. A mark by blow. പ്രഹരത്തിലൂടെ ഉണ്ടായിട്ടുള്ള അടയാളം. How many of you have seen boxing? നിങ്ങൾ എത്ര പേര് ബോക്സിംഗ് ഇടി കണ്ടിട്ടുണ്ട്? ബോക്സിംഗ്. Take your two hands. നിങ്ങളുടെ രണ്ട് കൈകളും എടുത്താലും take the fist and do a boxing. എന്നിട്ട് മുഷ്ടി ചുരുട്ടി. See, Paul says your model, your example should be a blow on others. നിങ്ങളുടെ മാതൃക എന്നുള്ളത്, നിങ്ങളുടെ ട്യൂപോൺ എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക്
പ്രഹരമേൽപ്പിക്കുന്ന അടയാളം കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. Meaning, because of your life, a model life, others should be challenged to live for Christ. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ മാതൃകാപരമായ ജീവിതം കൊണ്ട് മറ്റ് ചില ആളുകൾ കർത്താവിൽ ശക്തരായി തീരുന്ന തരത്തിലുള്ള പ്രഹരം കൊടുക്കാൻ കഴിവുള്ളവർ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് യേശുവിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സാക്ഷ്യം കേട്ടിട്ട് അവരറിയാതെ തന്നെ യേശുവിനെ വിശ്വസിച്ചു പോയി. Amen. That kind of a blow you should inflict upon others. ഇത്തരത്തിലുള്ള ചില പ്രതിഫലനങ്ങൾ, ചില പ്രഹരങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്ന ശക്തരായ വിശ്വാസികളായി മാറണം. Because of your prayers, the neighbors can't now stop praying. They are also praying. നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തമായി നിങ്ങളുടെ അയൽപക്കത്തുള്ളവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധ്യമല്ല, അവരും പ്രാർത്ഥിക്കാനായി തുടങ്ങണം. Hello. That is tupon. അതിനെയാണ് ട്യൂപോൺ എന്ന് പഠിപ്പിക്കുന്നത്. Hallelujah. Hallelujah. How many of you want that kind of a life? അത്തരത്തിൽ മറ്റുള്ളവരെ കൂടെ ചാർജ് ആക്കുന്ന ആ തരത്തിലുള്ള ജീവിതം വേണമെന്ന് എത്ര വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Lift your hands and pray, Lord, I want to be like that. എത്ര പേർ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ എനിക്ക് അതുപോലെ ഒരു ജീവിതം വേണം. I'm going to become a model for others. ഞാൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരാൻ ആഗ്രഹിക്കുന്നു. I'm going to become a model for hundreds of people. നൂറുകണക്കിന് ആളുകൾക്ക് ഞാൻ ഒരു മാതൃകയാകാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. I'm going to become a model for millions of people. കർത്താവേ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഞാൻ ഒരു മാതൃകയാകാൻ പോകുകയാണ്. Hallelujah. Hallelujah. Put your hands down. കൈകൾ താഴെയിട്ടാലും. Once a man asked the pastor, where can I find a perfect church? ഒരിക്കലും ഒരു വ്യക്തി ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ, എനിക്ക് എങ്ങനെ ഒരു പൂർണ്ണതയുള്ള ഒരു സഭയെ കണ്ടെത്താൻ സാധിക്കും? The pastor said, പാസ്റ്റർ പറഞ്ഞു, there is no such church in the world. There is no perfect church in the world. ഈ ലോകത്തിൽ അങ്ങനെ പൂർണ്ണതയുള്ള ഒരു സഭയില്ല. And in case if there is a perfect church, the moment you join there, it will become imperfect. ഇനി നിങ്ങൾ എങ്ങാനും ഒരു പൂർണ്ണതയുള്ള ഒരു സഭ നിങ്ങൾ കണ്ടുപിടിച്ചാൽ, വിശ്വാസി, നിങ്ങൾ ആ സഭയിൽ പോയി ജോയിൻ ചെയ്താൽ അന്നു മുതൽ ആ സഭ അപൂർണമാകും. Do you understand what I'm saying? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി Paul കാണും. was never a perfect example. പൗലോസ് പൂർണ്ണതയുള്ള മാതൃകയുടെ കാര്യത്തിൽ ഒരു ഉദാത്തമായ ഉദാഹരണമല്ലായിരുന്നു. But he was an excellent example. എന്നാൽ അവൻ ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു. So that is the example by Paul, and there were model believers in that church. ഇതാണ് പൗലോസിന്റെയും അതുപോലെ തന്നെ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്ന ചില മാതൃകയായി ജീവിക്കുന്ന ചില വിശ്വാസികളുടെയും ഉദാഹരണങ്ങൾ. But there were some people who were leading a very bad example. എന്നാൽ ചില ആളുകൾ വളരെ മോശമായിട്ടുള്ള ചില മാതൃകയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഉണ്ടായിരുന്നു in that church, ആ സഭയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. or maybe outside the church, I don't know. ഒരു പക്ഷേ സഭയ്ക്ക് പുറത്തുള്ള ആളുകളെ കുറിച്ചായിരിക്കാം, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. Paul is speaking about 4 things about these bad example people. എന്നാൽ ഈ പറഞ്ഞ മോശമായി ജീവിക്കുന്ന ഈ ആളുകളുടെ മോശമായ 4 പെരുമാറ്റ രീതികളെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. Number 1, their destiny is destruction. 19ാമത്തെ വചനത്തിൽ കാണാം, ഒന്നാമതായിട്ട് അവരുടെ അന്ത്യം നാശം. Many people, they led a bad example and they lived against Christ. മാതൃകയില്ലാതെ ചില ആളുകൾ അതുപോലെ യേശുക്രിസ്തുവിന് ക്രൂശിന് ശത്രുക്കളായി ചില ആളുകൾ ജീവിക്കുകയാണ്. About them Paul says their destiny is destruction. ഇത്തരം മാതൃകയില്ലാതെ ക്രൂശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നവരെ കുറിച്ച് പൗലോസ് പറയുകയാണ്, അവരുടെ അന്ത്യം നാശമാണ്. This is true about all people who are unsaved. രക്ഷിക്കപ്പെടാത്ത എല്ലാവരുടെയും കാര്യസംബന്ധമായി ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. So what a privilege, what a blessing we have received, the great salvation from God. എത്ര മനോഹരമായ പദവിയാണ് യേശുക്രിസ്തുവിന്റെ രക്ഷയെ നമുക്ക് സ്വീകരിക്കാൻ തന്ന ആ ഭാഗ്യം എന്നുള്ളത്. The second is their God is their belly. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇത്തരം ആളുകൾക്ക് അവരുടെ ദൈവം വയറത്രേ. Oh, belly God. വയറ് ദൈവം. There is a special God called
belly god. ഇങ്ങനെ വയറ് ദൈവം എന്ന പേരിൽ ഒരു ദൈവമുണ്ട്. Number 3, their glory is shameful. അവരുടെ മൂന്നാമത്തെ കാര്യം ലജ്ജാകരമായ ഇതിൽ അവർ അഭിമാനിക്കുന്നു. Number 4, their mind is earthly. നാലാമത്തെ കാര്യം അവരുടെ മനസ്സ് ഭൗമിക കാര്യങ്ങളിൽ അത്രേ. ഹലോ, What do you mean by belly god? എന്താണ് ഈ വയറ് ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത്? Many people, they say that they believe in Jesus, they serve the Lord, but they are serving their own stomach. ഒത്തിരി ആളുകളും ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യേശുവിന്റെ വേല ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ വയറ് നിറയ്ക്കാനുള്ള കാര്യമായിട്ടാണ് അവർ ദൈവവേലയെ കാണുന്നത്. They even godliness they are using for their profit. ദൈവഭക്തിയെ പോലും ഒരു ലാഭ ആദായമായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഹലോ, So there are believers like that. അങ്ങനെയുള്ള വിശ്വാസികളുണ്ട്. So when some people come to prayer meetings, ചില ആളുകൾ പ്രാർത്ഥനാ മീറ്റിംഗിൽ വരുമ്പോൾ their aim, their desire is to get something. അവരുടെ ലക്ഷ്യം എന്നുള്ളത് എന്തെങ്കിലും ഇവിടെ നിന്ന് കിട്ടുക, അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. They want to get something. എന്തെങ്കിലും അവർക്ക് കിട്ടാൻ വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. But Paul says, no, I don't want to get anything. I want to give myself to Jesus. പൗലോസ് പറയുകയാണ്, എനിക്കൊന്നും ഇവിടെ നിന്ന് എനിക്ക് വേണ്ട, മറിച്ച് ഞാൻ യാനായിട്ട് എന്നെ തന്നെ ഞാൻ കൊടുക്കാനായി പോകുകയാണ്. Hallelujah. Usually to the ministers who are serving in this blessing center and to the office staff, this is what I say: if you are coming here, don't come to live, come to die. ഇവിടെ നമ്മുടെ ശുശ്രൂഷകരായിട്ടുള്ള ആളുകളോട്, അതുപോലെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ദൈവവേലയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കരുതി ഇങ്ങോട്ട് വരരുത്, ക്രിസ്തുവിന് വേണ്ടി ചാകാൻ വേണ്ടിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. Many people are coming to blessing centers somehow to live. ഒത്തിരി ആളുകളും ബ്ലെസ്സിംഗ് സെന്ററിൽ വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാ. No, we don't want such people. അങ്ങനെ ജീവിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി സകൃതിയായി പോകുന്ന ആളുകളെ നമുക്ക് ആവശ്യമില്ല. We want people who are ready to die for Christ. നമുക്ക് ആവശ്യമുള്ള ജനം എന്നുള്ളത് ജീവൻ തന്ന യേശുവിന് വേണ്ടി മരിക്കാൻ പോലും ചങ്കൂറ്റമുള്ള വിശ്വാസികളെയാണ്. ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ബെഥസ്ത കുളത്തിൻ്റെ അരികിലാണ്. ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പഴയ ബെഥസ്ത കുളത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ മേൽ പണിയപ്പെട്ട ചില സ്ട്രക്ചറുകളാണ് ഇവിടെ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് 38 വർഷം രോഗിയായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം കിടപ്പുണ്ട്. അവിടെ പറയുന്നത് അവിടെ 5 മണ്ഡപങ്ങളുണ്ടായിരുന്നു. എല്ലാവിധ രോഗികളെയും ഇവിടെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. അങ്ങനെ കിടത്തുമ്പോൾ അന്നത്തെ വിശ്വാസമനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഏഞ്ചൽ, ഒരു ദൂതൻ വന്ന് ഇതിലെ വെള്ളം കലക്കും. ആ സമയത്ത് ആദ്യം ആര് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നുവോ, ആദ്യം ആര് വെള്ളത്തിലിറങ്ങുവോ ആ വ്യക്തി ആദ്യം സൗഖ്യമാകും. അല്ലാത്തവർ സൗഖ്യമാകാതെ വീണ്ടും കിടക്കും. അങ്ങനെ 38 വർഷം രോഗിയായി കിടന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. യേശു വരുമ്പോൾ ഇത്രയും വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക, 30+8 years ഇവിടെ. പക്ഷേ അയാളുടെ അകത്ത് ഒരു വിശ്വാസമുണ്ട്, എന്തെങ്കിലും ഞാൻ സൗഖ്യമാകും. അങ്ങനെ ഓരോ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് യേശു ആ വ്യക്തിയെ സൗഖ്യമാക്കിയത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ ആം ബിലീവിങ് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുകയാണ്. എബ്രായ ലേഖനം 13:8 അനുസരിച്ച് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റം ഇല്ലാത്തവനാകുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ രോഗിയെങ്കിൽ ഒരു കൈ നിങ്ങളുടെ നെഞ്ചിൽ വെച്ച് ഒരു കൈ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതേ ദൈവത്തിൻ്റെ ശക്തി 38 അല്ല അതിൽ കൂടുതലോ അതിൽ കുറവോ സമയമായാലും യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. പാൻക്രിയാസിന് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നതായി എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കർത്താവ് എനിക്ക് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ, എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം HIV പോസിറ്റീവായത് ഐ കമാൻഡ് ഇൻ ജീസസ് നെയിം
ടു ബി നെഗറ്റീവ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ, ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സകലവിധ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു വലിയ വിടുതൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് കർത്താവ് നൽകിയാൽ ഓസ്റ്റിയോപ്രോസിസ് സൗഖ്യമാകട്ടെ, ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഐ ബ്രേക്ക് ബാരനസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ രോഗസൗഖ്യം നിങ്ങളിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവ് നീ ഇങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ചോദ്യം ഇതാണ്: ഗ്രീക്ക് ഭാഷയിൽ മാതൃക എന്ന വാക്കിനെ പറയുന്ന പദമേത്? ഓപ്ഷൻസ്: എ സ്ക്യൂബാല, ബി ട്യൂപോൺ, സി സോസോ, ഡി റീമ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോട്ടയം. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഒക്ടോബർ 25, 26, 27. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484-422-111 www.blessingtoday.tv. ഞായറാഴ്ച രാവിലെ 10-ന് പ്രത്യേക ആരാധന. IMA ഹാൾ, ഗുഡ് ഷെപ്പേർഡ് റോഡ്, കോട്ടയം. ഏവർക്കും സ്വാഗതം.